ആയുസല്ലേ നമുക്കുള്ളൂ. എത്രയാണെന്ന് നമുക്ക് നിജപ്പെടുത്താൻ കഴിയില്ലല്ലോ. കൂടെയുള്ള പലരും നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടല്ലോ. ആ പിരിയലെല്ലാം നമുക്ക് പാഠങ്ങളാണല്ലോ. ആ പാഠം നമ്മൾ പഠിക്കേണ്ടതാണല്ലോ. പെട്ടെന്ന് മനുഷ്യന്മാര് അതാ അടിച്ചു പോകുകയാണ്. അതേ 20 വയസ്സുള്ളവര് മരിച്ചു പോകുന്നു, 17 വയസ്സുള്ളവര് മരിച്ചു പോകുന്നു. ഹാഫിദ് മസൂദ് സഖാഫി കൂടല്ലൂര് 41 വയസ്സേ ഉള്ളൂ. പെട്ടെന്ന് നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയി. അല്ലാഹുവേ, അവരുടെ ദറജ നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഖബർ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. കുടുംബത്തിന് നീ ക്ഷമ നൽകണം റഹ്മാനെ. ഇന്നത്തെ ദിവസവും കർണാടകയിൽ ഒരു പ്രദേശത്ത് വയല് പറയേണ്ടതായിരുന്നു. പക്ഷേ ആ വയലിന്റെ മജ്‌ലിസിൽ വന്നില്ല, വരാൻ എനിക്ക് കഴിയുകയുമില്ല. പറഞ്ഞു വെച്ച വയലിന്റെ സുഖം ഖബറിൽ അല്ലാഹു അനുഭവിക്കാൻ അവസരം നൽകട്ടെ. പാവപ്പെട്ട റാഷിദപ്പ തീരുമെന്നറിയില്ലല്ലോ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് റബ്ബേ ഞങ്ങൾക്ക് നീ കാവല് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ, എപ്പോഴും എന്നിലേക്ക് മലക്കുൽ മൗത്ത് വരുമെന്ന തോന്നലില് അതിനുവേണ്ടി ഒരുങ്ങി അങ്ങ് ജീവിച്ചോ. ഞാനങ്ങനെ ജീവിക്കണം, നമ്മൾ ഓരോരുത്തരും അങ്ങനെ ജീവിക്കണം. എത്ര സമയമുണ്ടാകുമെന്നറിയില്ല. അവസാന കാലമാകുമ്പോ പെട്ടെന്നുള്ള മരണം വർദ്ധിക്കുമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധരായ പ്രവാചകര് പറഞ്ഞു വെച്ചിട്ടുണ്ടേ. ആ കാലത്തിലെത്തിയിട്ടുണ്ടെന്നാണ് പല അനുഭവങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. ആ അലാമത്ത് പ്രകടമാകുന്നത് എന്നിലാണോ നിങ്ങളിലാണോ നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ആ ഘട്ടം വരുന്നതിന് മുമ്പ് കിട്ടിയ സമയം പരമാവധി അധ്വാനിക്കണം, അമല് വർദ്ധിപ്പിക്കണം. അതേ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം. ഓ ചെറുപ്പക്കാരാ, പെങ്ങന്മാരെ, മുത്തുനബിയെ സ്നേഹിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടുന്ന മജ്‌ലിസല്ലേ. ഇന്ന് പകല് വരെ നമ്മളെ ഹറാമുമായി ബന്ധപ്പെട്ടു പോയിട്ടുണ്ടാകാം. അതൊന്ന് തിരുത്താമോ, മാറ്റി എഴുതാമോ, നല്ല ചിന്തയിലേക്ക് വരാമോ? ഹറാമിന്റെ നോട്ടമൊന്ന് മാറ്റി നിർത്തിയിട്ട് ഹറാമിന്റെ ബന്ധങ്ങളൊക്കെ ഒന്ന് വിച്ഛേദിച്ചിട്ട് നല്ലവരായി ജീവിക്കാൻ നമുക്ക് പറ്റുമോ? സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ കാലം വല്ലാത്തൊരു കാലമാണ്. ഹറാമിന് വില കുറഞ്ഞു പോകുന്ന കാലമാണ്.